നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. JDUവിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമാവുകയാണ്. നിതീഷ് കുമാർ BJPയോട് ഇനിയും വിട്ടുവീഴ്ച കാണിക്കരുത് എന്നാണ് JDU MPമാരും MLAമാരും കൃത്യമായി അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അടിയന്തര യോഗം JDU വിളിച്ചു ചേർത്തിരിക്കുകയാണ്. പട്നയിൽ നിർണായക നീക്കം നടക്കും. മഹാഗഡ്ബന്ധനിലേക്ക് തിരിച്ചു പോകണോ എന്നുള്ള ആശയവിനിമയം എല്ലാവരുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും നിതീഷ് കുമാർ ഒരു തീരുമാനം ഉറപ്പിക്കുക. ചിരാഗ് പാസ്വാൻ NDAയുടെ ഭാഗമായി തുടരുന്നത് തങ്ങൾക്ക് ആപത്താണ് എന്നാണ് നിതീഷ് കുമാർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടേ മതിയാവുകയുള്ളൂ. ഐക്യജനതാദൾ BJPയോട് അടിയറവ് പറയേണ്ട കാര്യമില്ല. കേന്ദ്രത്തിൽ അവരുടെ കൂടി ഔദാര്യമുണ്ട് BJP ഭരിക്കുന്നതിൽ. അത് മനസ്സിലാക്കി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നതും. എന്നാൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാക്കിയതുപോലെ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ BJP തട്ടിയെടുക്കുമോ എന്ന ഭയം നിതീഷിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. അത് ചർച്ച ചെയ്യാൻ തന്നെയാണ് യോഗം വിളിക്കുന്നത്. BJPക്ക് 100-ൽ കൂടുതൽ സീറ്റ് മത്സരിക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിൽ എന്നാണ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിതീഷിൻ്റെ വാക്ക് BJPക്ക് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. BJPക്ക് നിതീഷുമായുള്ള ബാന്ധവം ഉപേക്ഷിക്കാൻ കഴിയില്ല. ലോക്സഭയിൽ അവർ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി നിതീഷിൻ്റെ പ്ലാൻ വളരെ വിശാലമാണ്. നിതീഷിന് കൂടുതൽ MLAമാർ ലഭ്യമാകാൻ വേണ്ടിയുള്ള നീക്കം എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കുമ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ്. ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിൽക്കുന്ന ബീഹാറിൽ മഹാഗഡ്ബന്ധൻ എന്ന രീതിയിൽ RJDയും കോൺഗ്രസുമാണ് അതിന് മുന്നോട്ടുള്ള പ്രയാണം നടത്തുന്നത്. RJDക്ക് 80 മുതൽ 85 സീറ്റ് വരെ സുഖമായി ലഭിക്കും. കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞതാണ് കഴിഞ്ഞ തവണ മൊത്തത്തിൽ മഹാഗഡ്ബന്ധന് തിരിച്ചടി ഉണ്ടായത്. എന്നാൽ അതിനെ മറികടക്കാൻ പുതിയ ഇക്വേഷൻ രൂപപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് 40 മുതൽ 50 സീറ്റ് വരെ നേടിയെടുത്താൽ RJDക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ അവരുടെ വരുതിക്ക് വരും. മറ്റുള്ള ചെറുകിട കക്ഷികളിൽ CPI-ML അവർക്ക് 20 സീറ്റുകളെങ്കിലും അധികം നൽകണമോ എന്നുള്ള ആലോചനയാണ്. കഴിഞ്ഞ കുറി അവർ മത്സരിച്ച 29-ൽ 16 സീറ്റുകളും ജയിച്ചെടുത്തു. എന്നാൽ ഇക്കുറി 35-ന് മേൽ സീറ്റ് കൊടുക്കാനുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉടലെടുത്തിരിക്കുന്നു. ജാർഖണ്ഡിൽ ഇടതുമുന്നണികളുടെ പ്രസക്തി അത്രത്തോളം വലുതായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യവും കൃത്യമായി RJD വിലയിരുത്തുന്നുണ്ട്. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിച്ചതുപോലെ ഒത്തൊരുമിച്ചാൽ ബീഹാർ എന്ന വലിയ സംസ്ഥാനവും സ്വന്തമാക്കാമെന്നാണ് ലാലു പ്രസാദ് യാദവ് പറയുന്നത്. നിതീഷ് കുമാറിനെ ഇനി അടുപ്പിക്കേണ്ട കാര്യമില്ല. വാക്കിന് വിലയില്ലാത്ത ആളുകളെ അടുപ്പിച്ചാൽ മന്ത്രിസഭ തകരും. അങ്ങനെ വേണ്ട. തൻ്റെ മക്കളെക്കുറിച്ച് അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിതീഷ് കുമാർ ഇടയ്ക്ക് വെച്ച് മുന്നണി വിട്ടത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്നാണ് ലാലു പ്രസാദ് പറഞ്ഞിട്ടുള്ളത്.